രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ വെച്ചൊരു സ്നാക്കാണ്. അത് നമുക്കത് ഏത് ഷേപ്പിൽ വേണേൽ ചിക്കൻ ഫിംഗേഴ്സായിട്ടോ ചിക്കൻ ബോൾസായിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അത് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ചിക്കനാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറയാം. പിന്നെ സെലറി ഉണ്ട്, സ്പ്രിംഗ് അണിയനുണ്ട്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി, പച്ചമുളക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, എരി കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം, അതല്ല നമ്മൾ. പിന്നെ പെപ്പർ പൗഡർ, സവാള ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത്, ഉരുളക്കിഴങ്ങ് ഒരു 2 എണ്ണം പുഴുങ്ങി പൊടിച്ചത്, ബ്രെഡിൻ്റെ ക്രംസ്, പിന്നെ ഇതിനാവശ്യമായ മുട്ട നമ്മൾ അതിൽ മുക്കിയാണ് വറക്കുന്നത്, ഉപ്പ്, പിന്നെ അതിനാവശ്യമായ ഓയിൽ. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വരട്ടിയെടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഒരുപാടങ്ങ് എണ്ണ കലിച്ച് നിൽക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ ജസ്റ്റ് ആവശ്യമായ ഓയിൽ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് എടുക്കാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഇതാണ്. നമുക്കതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നമുക്കൊരു ഫില്ലറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു അല്പം ഉപ്പ്, ഇതിനാവശ്യമായ ഉപ്പ്. പിന്നെ നമുക്ക് ഉപ്പ് അതിനനുസരിച്ച് നമുക്ക് പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. സവാള ഭയങ്കരമായിട്ട് ബ്രൗൺ കളറൊന്നും വേണ്ട, വളരെ മീഡിയം ഒന്ന് വഴലണം. വളരെ കുറച്ച് ഒരു 3 പീസ് ചിക്കൻ, നമ്മൾ സാധാരണ ചിക്കനൊക്കെ കറി വെക്കാൻ എടുക്കുമ്പോൾ ഒരു 3 പീസൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് എല്ലില്ലാതുള്ള പീസ് വേണേൽ മാറ്റി വെച്ചാൽ നമുക്കൊരു ഈവനിങ് സ്നാക്കിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്, ഒരു സിമ്പിൾ ഡിഷ്. അപ്പോൾ ഇത് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് അത് വഴലാൻ വേണ്ടിയിട്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടാം. ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ, അതായത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ ചെറിയ പീസാക്കി ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ട് നമ്മളൊന്ന് ബോയിൽ ചെയ്തിട്ട് ഇത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വഴങ്ങും. ഇഞ്ചി വെളുത്തുള്ളിയും അതിൻ്റെ ഇതെല്ലാം കൊണ്ട് നമ്മളൊരു ഉപ്പിട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഉപ്പിടുന്ന സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുന്ന സമയത്ത് അതങ്ങ് കറക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് ഒരല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രീൻ ചില്ലി. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാരണം ചിലർക്ക്
ഈ സ്നാക്ക് നമ്മൾ ഇത് ചിക്കൻ ഈ റോള് കടിക്കുന്ന സമയത്ത് ചിലർക്ക് ഈ പച്ചമുളക് കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചിലർക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അങ്ങനെയുള്ളവർക്കിടാം. നമ്മളിപ്പോൾ എന്താ ആവശ്യമായ പെപ്പർ പൗഡർ, ഇത് നമുക്കിപ്പം ഇത് ചേർക്കുമ്പോൾ നമുക്ക് വൈറ്റ് പെപ്പർ പൗഡറുണ്ട്, അത് വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ ഇച്ചിരി ഇരുണ്ടിരിക്കത്തില്ല. വൈറ്റ് പെപ്പറിൻ്റെ പൗഡർ എന്താണേലും കുഴപ്പമില്ല. നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഒക്കെ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സ്റ്റാർട്ടറായിട്ടും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ലതായിട്ട് ഒന്ന് വരണ്ട് കിട്ടുക എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സെലറിയൊക്കെ നമുക്ക് എല്ലാ വെജിറ്റബിൾ ഷോപ്പിലും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇതൊക്കെ ഒരു ടേസ്റ്റ് അതിന് പ്രത്യേകം കൊടുക്കും. അപ്പം നമുക്ക് ഒരു അല്പം സെലറി ചെറുതായിട്ട് അരിഞ്ഞത്, അതും നമ്മൾ ചൈനീസ് ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിടുന്നതാണത് സ്പ്രിംഗ് അണിയുന്നത്. അപ്പോൾ നല്ലതായിട്ട് ഒന്ന് വഴണ്ടോട്ടെ. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വഴണ്ട് കിട്ടത്തില്ല. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് വഴണ്ട് എടുക്കുക. ഇനി നമ്മൾ ഏകദേശം അതൊന്ന് വരണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് തീ കുറച്ചിട്ട് നമുക്കൊരു അല്പം സോയ സോസ്, ഇതൊക്കെ ഒരു സോയ സോസ് ഒരുപാട് കൂടണ്ട, എന്നാൽ ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്. അല്പം ടൊമാറ്റോ സോസ് കൂടെ ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്തുള്ളൂ. ഞാൻ ഇൻഗ്രീഡിയൻ്റ് എടുത്തത് അതിനനുസരിച്ചാണ് എടുത്തേക്കുന്നത്. 2 കൂടെ അല്ല, ഇതെല്ലാമായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞു. ഈ സോയ സോസിൻ്റെയൊക്കെ ഒരു ചെറിയ ഉപ്പ് ആ രുചി ഇതുള്ളത് കൊണ്ട് അതിനനുസരിച്ച് പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കാവും. കാരണം ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ടേസ്റ്റ്. ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു 2 മീഡിയം ഉരുളക്കിഴങ്ങ് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നത്, അത് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. തീ ഒന്ന് കുറച്ചുകൊണ്ട് എല്ലാം മൊത്തം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ആവണം, യോജിച്ച് കയറണം. നിങ്ങൾക്കിത് ഫിഷ് വെച്ച് വേണമെങ്കിലും ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ക്യാരറ്റും ബീൻസും ഒക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ചിലത് നമുക്ക് കട്ട്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചില ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ നമ്മൾ ചിക്കൻ വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ആ ചിക്കൻ്റെ ടേസ്റ്റ് വേണം ഫസ്റ്റിലേക്ക് കിട്ടാനായിട്ട്. നമ്മൾ ചിലപ്പോൾ ചില കടകളിൽ ചെന്ന് വാങ്ങിക്കുന്ന സമയത്ത് ബേക്കറീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫിഷ് കട്ട്ലറ്റ് എന്ന് പറയുന്ന സമയത്ത് ഫിഷിൻ്റെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല, കൂടുതലും ഈ കിഴങ്ങാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും. അപ്പോൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റ് വേണം ആദ്യമേ നമുക്ക് കിട്ടാനായിട്ട്. എന്നാൽ ഈ കിഴങ്ങ് വേണം ശരിക്കും അത് ഒരുമിച്ച് പിടിക്കാനായിട്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. അതിനനുസരിച്ചൊക്കെ അതിൻ്റെ റേഷ്യോ അനുസരിച്ച് വേണം സാധനങ്ങൾ എടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ചിക്കൻ ഇച്ചിരി ഉള്ളെങ്കിൽ അതിനനുസരിച്ച് കിഴങ്ങ് എടുത്ത് വെച്ചാൽ മതിയാവും. നമ്മുടെ ഇപ്പോൾ ഈ കൂട്ട് നന്നായിട്ട് മിക്സായി, കിഴങ്ങും മറ്റേ ചിക്കനും എല്ലാം കൂടെ ഇപ്പം നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം അല്ലേ. ഇപ്പം ഈ ചിക്കൻ ആണ് മുന്നിൽ നിൽക്കുന്നത്, അപ്പം കിഴങ്ങ് എല്ലാം ഇതിനകത്ത് നന്നായിട്ട് അലിഞ്ഞു ചേർന്നു. നമ്മൾ ഇനിയും നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണം ചൂടോടെ നല്ലതായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ആ ചൂടോടെ തണുത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് ആ ചൂടോടെ തന്നെ അത് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നതാണത്. ഉപ്പെല്ലാം ആ സമയത്തൊന്നൊരു ചെക്ക് ചെയ്യണം. വേണമെങ്കിൽ നമുക്കൊരല്പം കൂടെ വേണമെങ്കിൽ ഈ സെലറിയൊക്കെ ഇതിൻ്റെ കൂട്ടിട്ട് ആ സെലറിയുടെ ടേസ്റ്റൊക്കെ ഇതിനകത്ത് നല്ലതായിട്ട് ഇത് ചെയ്യുമ്പം സെലറിയല്ല സ്പ്രിംഗ് ഒണിയൻ ഞാനിട്ട് അല്പം സെലറിയും കൂടി ഇട്ട് ആ ഒരു ടേസ്റ്റൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് കിട്ടും. ആ ഒരു പച്ചയും കൂടെ കിട്ടും ഒരു ടേസ്റ്റായിട്ട്. ഇനി ഇതൊരു ഷേപ്പിലൊന്ന് പിടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധാരണ കട്ട്ലറ്റ്സിൻ്റെ ഷേപ്പുണ്ട്. അപ്പോൾ കട്ട്ലറ്റ്സ് യൂഷ്വലി നമ്മൾ സാധാരണ കട്ട്ലറ്റ് എപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ഈ ഡിഷ് നമ്മൾ വിചാരിക്കുന്നത് കട്ട്ലറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് വിട്ടിട്ട് നമുക്കതുപോലെ ചിക്കൻ ബോൾസ് അങ്ങനെ പോലെ ചെറിയ ചെറിയ ബോളായിട്ട് എടുക്കാം. ഒത്തിരി ആകുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ വയ്യാതെ ഭയങ്കര വലിയ ഷേപ്പിൽ എടുക്കുക. അപ്പം നമുക്ക് ഏകദേശം ചെറിയ ബോൾ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ഇതായിട്ടെടുക്കാം. നമുക്കപ്പോൾ അതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ മുട്ട നന്നായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ട നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 2 എഗ്ഗ് ഞാനിവിടെ ചെയ്ത് വെച്ചു. 2 എഗ്ഗിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇത് ശരിക്കും അങ്ങനെ ചെയ്താന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബ്രെഡ് ക്രംസും ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയിലൊന്ന് മുക്കി, അല്ലെങ്കിൽ മുട്ടയുടെ എഗ് വൈറ്റിൽ ചെയ്താലും മതി, മുക്കിയാൽ മതിയാവും. പക്ഷേ ഞാനിത് ഇപ്പോൾ 2 കൂടെ മിക്സ് ചെയ്യുന്നുള്ളൂ. പിന്നെ ബ്രെഡിൻ്റെ കാര്യം പറയാം. ചിലരാണ് റസ്കിൻ്റെ ഇതിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ ബ്രെഡ് പൊടിച്ചതായിട്ട് തരുന്നത്. കാരണം റസ്ക് ഓൾറെഡി ഡ്രൈ ആണ്. പിന്നെ അത് ഒന്നുകൂടെ എണ്ണയിലിടുമ്പോൾ ഒന്നുകൂടെ അതൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ നല്ലത് ബ്രെഡിൻ്റെ ക്രംസ് ആണെങ്കിൽ ഇച്ചിരി നല്ല കട്ടിയായിട്ടാകുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും. നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ചെറുതായിട്ട് എഗ്ഗിലൊന്ന് മുക്കി ഇനി നമ്മൾ അടുത്തത് ഒരു 2 എണ്ണമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വേറെ ഷേപ്പിലോട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ശരിക്കും ഷേപ്പേഴ്സൊക്കെ ഉണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഉള്ള ഷേപ്പേഴ്സ് കിട്ടും. അതിനകത്താണെങ്കിലും വെച്ച് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ ചെയ്യാം. ഏത് ഷേപ്പ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. രണ്ടാണേലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റണം, അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പം നമുക്ക് ഇനി നമ്മളിപ്പോൾ ഇതെല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു തവ എടുത്ത് ചെറിയ തവ എടുത്തേക്കുന്നതുകൊണ്ട് ഒരുപാട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട വരത്തില്ല. നമുക്ക് ആവശ്യത്തിന് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്റ്റാർട്ടറായിട്ട്, ഒരു പാർട്ടിയുടെ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാവുന്നത് ഭയങ്കര നല്ലൊരു ഡിഷാണ്. നമ്മൾ യൂഷ്വലി കല്യാണങ്ങൾക്കൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒരു ബിഗിനിങ് സ്റ്റാർട്ടർ വരും. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതാണ്ട് പിന്നെ ഡയബറ്റീസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശരിക്കും ഒരു ഉച്ചയ്ക്ക് ലഞ്ച് ടൈം വരെ, കല്യാണ സമയം വരെയൊക്കെ അവർക്ക് ഒന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് പിടിച്ച് നിൽക്കണമെന്ന്, അല്ലെങ്കിൽ അത്ര നേരത്തെ ഒരു വിശപ്പ് സഹിക്കാൻ വയ്യാത്തവർക്കൊക്കെ ഇതൊരു നല്ല ഫില്ലിങ്ങാണ്. ആക്ച്വലി ഇതിൻ്റെ കൂട്ടത്തിൽ രാത്രി ഒരു സാലഡോ എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോൾ നമുക്കും ഒരു നല്ല ഫില്ലിങ്ങാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഡിന്നർ ഒന്നും വേണമെന്നില്ല. ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കൂടെ ഇത് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടറായിട്ട്, കാരണം ലഞ്ചിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ലൊരു കോമ്പിനേഷൻ അല്ല. ഇത് ഒരു പാർട്ടിയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഇതാണ്. നമുക്കിത് തന്നെ ഫിഷ് ചെയ്യാം. ഞാൻ പറഞ്ഞായിരുന്നു, ഫിഷ് ചെറുതായിട്ട് ഉപ്പിട്ട് വേവിച്ച്, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള ഒരു പൊടികൾ നമ്മൾ ചേർക്കത്തില്ല. അപ്പോൾ ചെറുതായിട്ട് അതും ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ബീൻസ്, ക്യാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടുതൽ ഇച്ചിരി ക്യാബേജും എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട്
അതിൻ്റെ കൂടെ ഇച്ചിരി ഉരുളക്കിഴങ്ങ് കൂടെ ഒക്കെ പിടിച്ചാലും നന്നായിരിക്കും. നമുക്ക് ഈ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം, അല്ലെങ്കിൽ ആ എണ്ണ അത് ഭയങ്കരമായിട്ട് അത് അബ്സോർബ് ചെയ്യും. അപ്പം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു സൈഡൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അടുത്ത സൈഡ് ചെറുതായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാൻ ഇടവരണ്ട. അത്യാവശ്യം തീ കുറയ്ക്കുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാടങ്ങ് തീ കൂട്ടിയിടുകയും ചെയ്യരുത്. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതായിട്ട് വഴണ്ടതാണ്. അപ്പോൾ പിന്നെ ശരിക്കും അകത്ത്, കാരണം ഓൾറെഡി എല്ലാം വഴണ്ടതായതുകൊണ്ട് പിന്നെ ഒത്തിരി കിടന്ന് നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതിയാവും. ചെറിയ ബ്രൗൺ കളർ ആകുന്നതനുസരിച്ച് ചെറുതായിട്ട് നമുക്ക് ഇത് പിന്നെ ഇതിലിട്ടിട്ട് നമുക്ക് എങ്ങും പോകാനൊക്കത്തില്ല. നമ്മളതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. കാരണം ഈ ബ്രെഡ് ക്രംസ് ഓൾറെഡി നമ്മൾ റസ്കിൻ്റെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അത് കരിയാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് നല്ലതായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടിക്കോളും. ഈ ബ്രെഡ് ക്രംസ് അപ്പം ഒരുപാട് മൂത്ത് പോകാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഒരുപാട് അത് കരിഞ്ഞ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് ചെറിയ ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് ഒരു ചെറിയ അരിപ്പ പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചാൽ മതിയാവും. നമുക്ക് അടുത്ത ചെറുതായിട്ടിങ്ങനെ എണ്ണ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനെടുത്ത് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കൂടെ വേണം. തീ കുറച്ചിട്ടുകൊണ്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ. പക്ഷേ വൺസ് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇച്ചിരി തീ ഇട്ടേക്കണം. കാരണം ഇത് കറി അല്ലെങ്കിൽ എണ്ണയൊക്കെ ഭയങ്കരമായിട്ട് ഇതങ്ങ് അബ്സോർബ് ചെയ്യും. ചില കട്ട്ലറ്റ്സൊക്കെ തിന്നുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലത്തെ തിന്നുമ്പം എണ്ണ ഇത് കഴിച്ച് കഴിയുമ്പോൾ എണ്ണ അങ്ങ് കലിച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ വരട്ടുന്ന സമയത്ത് വളരെ കുറച്ച് എണ്ണ ഇട്ട് ഇത് വരട്ടാവും. കാരണം ആദ്യമേ തന്നെ എണ്ണ അങ്ങ് കലിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈ വറക്കുന്ന എണ്ണയും കൂടെ ആകുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ച പോലെ ഫീൽ ചെയ്യും. പൊടിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ തീ കുറച്ചിട്ട് നമ്മൾ അടുത്ത ബാക്കിയുള്ളതോടെ നമുക്കങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നമ്മുടെ എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 3 പീസ് ചിക്കൻ, അതായത് എല്ലില്ലാത്ത 3 പീസ് ചിക്കന് ആണ് എടുത്ത് നമ്മളിങ്ങനെ ഇതുപോലെ അല്പം ഉപ്പിട്ട് വേവിച്ച് വെച്ചത്. ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിക്കാണ് ഏറ്റവും ഭംഗി. അപ്പം നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ഡിഷ് നമുക്കപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റും. അപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ കൂടെ ഒരു സാലഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാലഡ് നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാലഡ്, ക്യാരറ്റ്, ബ്രൊക്കോളി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ചേരുന്ന സാലഡ്, അതായത് നമ്മൾ യൂഷ്വൽ സാലഡ് അല്ല. യൂഷ്വൽ സാലഡ് എന്ന് പറയുമ്പോൾ തക്കാളി, സവാള, പച്ചമുളക് എല്ലാം ഇട്ടുള്ള സാലഡ് അതല്ല. ഇതിൻ്റെ കൂടെ പോകുന്ന ഒരു, ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പൊമിഗ്രാനൈറ്റ്, അത് ഇച്ചിരി ക്യാപ്സിക്കും, പിന്നെ സവാളയും, ഇച്ചിരി നാരങ്ങ നീര്, ഉപ്പ്, ഇതാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിനോട് ചേരാനായിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് സെലറിയോ എന്ത് വേണമെങ്കിലും നമുക്കിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ സോസോ ഇതെല്ലാം നമുക്കിതൊന്ന് കണ്ടില്ലേ. ഒരു ഇതിനകത്ത് ഓൾറെഡി ഫ്ലവറൊക്കെ ഉള്ളതായതുകൊണ്ട് നല്ല കളർഫുള്ളായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് ടൊമാറ്റോ സോസ്.
സോസ്, മയണൈസ്, എന്ത് വേണേലും, ഏത് കെച്ചപ്പ് വേണേലും ഇപ്പോഴത്തെ ഒരുപാട് സോസുകൾ നമുക്ക് അവൈലബിളാണ്. അതിലൂടെ എന്ത് വേണേലും നമുക്ക് ചെയ്യാം. കോൺസ്ലോ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്, അത് നമ്മുടെ ഇഷ്ടമാണ്. ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഡിഷ്. പിന്നെ നമ്മളിത് വരട്ടി എടുക്കുന്നതിൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ എണ്ണ യൂസ് ചെയ്യാതെ കറക്റ്റായിട്ട് നമുക്ക് പിടിക്കുക, എല്ലാം പാകത്തിന് എടുക്കുന്നതിൻ്റെയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.